ഞാൻ സംസാരിക്കാൻ പറ്റില്ല. കൊല്ലം ഞാൻ അറിയാറുന്നതാ. ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം. ഉടനെ ഉണ്ടാവോ? ഉടനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കല്യാണം നടത്തണം ഉടനെ. അതെന്തായാലും ഉറപ്പാ? അത് ഉറപ്പാ. സന്തോഷല്ലേ? സന്തോഷം. വളരെ ഇവിടെ എന്തൊക്കെ പരിപാടി? ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. വലിയ പരിപാടിയൊന്നും വെച്ചല്ല. കപ്പായിട്ട് വരുമ്പോ കപ്പ് കണ്ടില്ലേ? അമ്മ ആദ്യം കപ്പ് കൈ കിട്ടിയപ്പോ എന്താ തോന്നിയേ? ജിന്റെ ആദ്യം കൊണ്ടുവന്ന കപ്പ് അമ്മയുടെ കൈ തന്നില്ലേ? അന്നേരം എന്താ തോന്നിയേ? എൻ്റെ മോൻ ഇത്രയും വലിയൊരു വിജയം നേടി അമ്മയ്ക്ക് ഇത് സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ആ ഭാഗ്യം ഒരു വിധം അതൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവം ഇത്രയും താഴ്മയിൽ നിന്ന് ദൈവം ഇത്രയും ഉയർത്തി തന്നു. അതിന് ഒരുപാട് ദൈവത്തോട് നന്ദി. ഈ അവസരം ഒരിക്കലും ഈ രാജ്യത്തെ ജനങ്ങളുടെ വിജയമാണ്. ജില്ലാൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിജയം. അവരെ വിജയിപ്പിക്കാൻ അവരുടെ വിജയം. വളരെ ഇങ്ങനൊരു ബിഗ് ബോസിൽ ചേരാൻ അവസരം ഒരുക്കി തന്നത് ബിഗ് ബോസുകാർ, അവരുടെ ചാനലുകാർ, പിന്നെ മോഹൻലാൽ സാറ്, അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെ പുറത്ത് ഒത്തിരി നന്ദി. എല്ലാ പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും എല്ലാവരോടും ഒത്തിരി നന്ദി. മറ്റുള്ള അവരെ പിന്നെ അവരങ്ങനെ മണ്ടെന്ന് വിളിച്ചത് കൊണ്ട് നാട്ടുകാർ പ്രേക്ഷകരും കൂടുതലായി വരും. അതാ കിട്ടുക. ഒരാവശ്യമില്ലാണ്ട് എല്ലാവരും മണ്ടെന്ന് വിളിച്ചപ്പോൾ നാട്ടുകാരും ജനങ്ങളും കൂടുതലായി സപ്പോർട്ട് ചെയ്യും. അതുപോലെ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ഗബ്രി വന്നിട്ടുണ്ടായിരുന്നു. ജിന്റെ പോകുമ്പോൾ ഞങ്ങളിവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നൊക്കെ. അത് അന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് കെട്ടി. ദൈവമേ, എന്ത് പറയണ കാര്യം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു ഭാഷയുള്ളൂ. എല്ലാ ആൾക്കാർക്കൊന്ന് പോകുന്നത് പോലെയല്ലേ എൻ്റെ മോനും പോലെ. പക്ഷേ അന്ന് എൻ്റെ ശരിക്കും മനസ്സിലുണ്ട്. അന്ന് ശരിക്കും മനസ്സിലുണ്ട്. കണ്ടില്ല. ഇപ്പോൾ എന്തായാലും പുള്ളി വിചാരിച്ച സ്ഥലത്തേക്ക് എത്തി. ഇനിയിപ്പോൾ എന്തായിരിക്കും പുള്ളിയുടെ ലക്ഷ്യം? എന്തായിരിക്കും അമ്മയുടെ ഒരു കാഴ്ചപ്പാട്? ഇന്നൊരു കല്യാണം നടത്തണം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. എഫ്ഐആർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതായത് പ്രേമൊന്നുമില്ല. പ്രേമൊന്നുമില്ല. ആലോചിച്ച് കല്യാണം. ആലോചിച്ചാൽ ഓക്കെ.